ഒരു പേഷ്യന്റ് കിഡ്നി ഡയാലിസിസ് ഉള്ള ഒരു പേഷ്യന്റ് ഡയാലിസിസ് ചെയ്ത് ഏറ്റവും അവസാനം അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് നല്ലതായിരിക്കും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വളരെ സേഫ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. അത് ചെയ്താൽ ലൈഫ് നന്നായിട്ട് കൂടും, പേഷ്യൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ വളരെ നല്ലതായിരിക്കും. അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം പേഷ്യന്റ് പേടിച്ചു പോയി. അപ്പൊ പേഷ്യന്റിന്റെ കൂട്ടുകാർ, അവരാണല്ലോ വലിയ ഡോക്ടേഴ്സ്, കൂട്ടുകാർ അയൽക്കാരൊക്കെയാണ് ഇപ്പൊ വലിയ ഡോക്ടേഴ്സ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട, ഒരു വൈദ്യനുണ്ട്, അവർ ചെന്നാൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ കിഡ്നി ശരിയാക്കി തരും എന്ന് പറയുന്ന ഒരാള്. ആള് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ഒന്നും വേണ്ട, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് ആൾ എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ ട്വിറ്ററിൽ എന്റെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണേണ്ടതാണ്. അതിനകത്ത് ഏകദേശം ഒരു 8 ആയുർവേദ മരുന്നുകളുണ്ട്. ഒരു ആയുർവേദ മരുന്നിനകത്ത് ഏകദേശം 8 തൊട്ട് 15 വരെ കൂട്ടങ്ങളുണ്ട്, പ്ലാന്റ്സ് എല്ലാം കൂടെ. അതിന്റെ കൂടെ കുറെ കഷായങ്ങളും ലേഹ്യങ്ങളും തൈലങ്ങളും എല്ലാം കൂടി ഇത് 1 മാസത്തോളം ഈ പേഷ്യന്റ് കഴിച്ചു. 1 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല മഞ്ഞപ്പിത്തം, ലിവറിന്റെ അസുഖം ഇല്ലാത്ത ആളാണ്, ജസ്റ്റ് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ഒരാള്, ഭയങ്കര മഞ്ഞപ്പിത്തമായിട്ട് ലിവർ ഫെയിലർ ആരംഭിച്ചു ഇദ്ദേഹത്തിന്. അപ്പം ആ മഞ്ഞപ്പിത്തം കുറയാത്ത കാരണം എൻ്റെ അടുത്ത് വന്നതാണ് ചികിത്സയ്ക്കായിട്ട്. നമ്മൾ നോക്കുമ്പം ഇത്രയും മാത്രം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിച്ചു തുടങ്ങിയിട്ടാണ് ഈ പ്രശ്നം വന്നത്. വേറെ വൈറസുകൾ ബാക്കിയുള്ള കാരണങ്ങളൊന്നും ഒന്നുമില്ല, എല്ലാം നെഗറ്റീവാണ്. പക്ഷെ ഇതിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ലിവറിനെ ഡാമേജ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 1 മാസമായിട്ട് ഇത്രയും 10-20 ചെടികളുള്ള പല പല മരുന്നുകൾ ഇദ്ദേഹം കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തിനെ ടാർഗറ്റ് ചെയ്യണം, എന്തിനെ നമ്മൾ ചികിത്സിക്കണം നമുക്ക് ഒരിക്കലും പറയാൻ ഭയങ്കര പാടാണ്. ഈ ഓൾട്ടർനേറ്റീവ്, ഈ ഇതര വൈദ്യങ്ങളുള്ള ഈ പച്ചമരുന്നുകൾ കഴിച്ചാലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് അവരുടെ സിംറ്റംസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുള്ള ചികിത്സയും ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ കൊടുക്കുകയാണ്. ശരിയാവാനുള്ള പേഷ്യൻസ് ഒക്കെ പയ്യെ ശരിയാവും. അല്ലാത്തവരിൽ ലിവർ ഫെയിലിയർ വന്ന് ഒന്നെങ്കിൽ അവർ മരിക്കും, അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ വരും.